നമസ്കാരം. കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വീഡിയോ. ആദിവാസി സമൂഹങ്ങളിലെ ഒരു പ്രമുഖ സമൂഹമാണ് കുറുമർ. വേടപ്രജകൾ എന്നാണ് ഈ സമുദായം അറിയപ്പെടുന്നത്. വേടന്മാരുടെ പിൻഗാമികളാണ് കുറുമർ. വയനാട്ടിലെ ആദ്യത്തെ രാജവംശം വേടരുടേതാണ്. അത് ഒരു ഐതിഹ്യമാണ്. കുറുമവർഗത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവരാണ് കാട്ടുനായ്ക്കന്മാർ. പിന്നീട് കോട്ടയവും കുറുമ്പ്രനാടും കുമ്പളയും വാഴുന്ന രാജാക്കന്മാർ ചേർന്ന് വേടരാജാവിനെ തോൽപ്പിച്ച് വയനാട് പങ്കിട്ടെടുത്തു. വേടരാജാവിനെ അവർ കൊന്നുകളഞ്ഞു. രക്ഷപ്പെട്ട പ്രജകൾ കാടുകളിലേക്ക് ഓടിപ്പോയി. കാടുകളിൽ തന്നെ കഴിഞ്ഞ അവർ കാട്ടുനായ്ക്കന്മാരായി. എന്നാൽ പിടിക്കപ്പെട്ട ചിലർ അടിമകളായി കഴിഞ്ഞുകൊള്ളാമെന്ന് സമ്മതിച്ച് കീഴടങ്ങി. അവരാണ് കുറുമർ അഥവാ കുറുമ്പർ. ഇവർ ജന്മികൾക്ക് അടിമപ്പണി ചെയ്തിരുന്നു. എന്നാൽ കാട്ടുനായ്ക്കന്മാരും കുറുമറും ഒരേ വർഗക്കാരല്ല എന്ന് ചില നരവംശ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്. കുറുമർ പാർക്കുന്ന ഓരോ കുന്നിലും ഓരോ കാരണവരുണ്ട്. കുന്നിൽ കാരണവർ എന്നാണ് അവരെ വിളിക്കുന്നത്. അതവരുടെ നേതാവാണ്. ഒരു കുന്നിലെ കുറുമറുടെ പൊതുകാര്യങ്ങളിൽ അവസാന തീരുമാനമെടുക്കുന്നത് കുന്നിൽ കാരണവരാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഓരോ കുന്നിലും ഒരു ബാല്യക്കാരനുമുണ്ടാകും. ചില പ്രത്യേക കുടുംബങ്ങളിലെ മുതിർന്നവരാണ് കുന്നിൽ കാരണവരും കുന്നിൽ ബാല്യക്കാരനുമൊക്കെ ആകുന്നത്. ഇവരുടെ മേൽനോട്ടത്തിലാണ് വിവാഹം നടക്കുന്നത്. കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ വിധിക്കുന്നതും അനുസരിക്കാത്തവരെ പുറത്താക്കുന്നതുമെല്ലാം കുന്നിൽ കാരണവരാണ്. നല്ല നായാട്ടുകാർ കൂടിയാണ് കുറുമർ. ആഴ്ചയിലെ പ്രത്യേക ദിവസങ്ങളിൽ ആൾക്കാർ കൂട്ടം കൂടിയായിരുന്നു നായാട്ട് നടത്തിയിരുന്നത്. മൃഗത്തെ അമ്പെയ്തു വീഴ്ത്തിയ ആൾക്കാണ് ആ മൃഗത്തിൻ്റെ തല എടുക്കുവാനുള്ള അവകാശം. ഇറച്ചിയെടുത്ത് ആദ്യം ദൈവങ്ങൾക്ക് നിവേദിക്കുന്നു. ജന്മിക്ക് മൃഗത്തിൻ്റെ ഒരു കാലും കരളും എത്തിച്ചു കൊടുക്കുമായിരുന്നു. കേരളത്തിൽ വയനാട്ടിലാണ് പ്രധാനമായും കുറുമരുള്ളത്. കുറുമരുടെ പ്രധാന ഉത്സവമാണ് ഉച്ചാൽ. ഉച്ചാൽ ഉത്സവത്തോടനുബന്ധിച്ച് വട്ടക്കളി, തപ്പക്കളി തുടങ്ങി കലാരൂപങ്ങൾ അരങ്ങേറാറുണ്ട്. മറ്റൊരു ആദിവാസി സമൂഹമാണ് മുള്ളുവ കുറുമർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കുറിച്യർക്കൊപ്പം പഴശ്ശിരാജാവിനെ സഹായിച്ച ഭാഗമാണ് മുള്ളുവ കുറുമർ. വയനാട്ടിലെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിലൊന്നാണ് മുള്ളുവ കുറുമർ. മുള്ളുവ കുറുമരുടെ ഭാഷ മലയാളമാണ്. കൃഷിയാണ് ഇവരുടെ പ്രധാന ജോലി. സർക്കാർ ഇവരെ പ്രത്യേക വർഗമായി കണക്കാക്കുന്നില്ല. കുറുമറുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മുള്ളുവ കുറുമരെയും. അടുത്ത മറ്റൊരു സമുദായമാണ് ഊരാളി കുറുമർ. മികച്ച വേട്ടക്കാരാണ് ഊരാളി കുറുമർ. വിഷം പുരട്ടിയ അമ്പുകളുമായി വേട്ടയാടിയിരുന്നവരാണിവർ. വെട്ടുകുറുമർ എന്നറിയപ്പെട്ടിരുന്നതും ഇവർ തന്നെയാണ്. ചക്രത്തിൻ്റെ സഹായമില്ലാതെ ഇവർ മൺപാത്രങ്ങൾ ഉണ്ടാക്കും. കൊട്ടമിടയലും മൺപാത്ര നിർമ്മാണവുമാണ് ഊരാളിക്കുറുമറുടെ പ്രധാന ജോലി. മറ്റൊരു ഭാഗമാണ് വയനാടൻ കാടർ. കുറിച്യരോടൊപ്പം കോട്ടയം രാജാവിനെ പിന്തുടർന്ന് കാട്ടിലെത്തിയവരാണത്രേ കാടർ. യുദ്ധത്തിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകാതെ കാട്ടിൽ തങ്ങിയതിനാൽ ഇവർ കാടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വേടൻ്റെ രൂപത്തിലുള്ള ശിവൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന മലകാരിയാണ് ഇവരുടെ ദൈവം. കരിയാത്ത എന്നൊരു ദേവനും ഇവർക്കുണ്ട്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലുള്ള കാടർ എന്ന സമുദായവുമായി വയനാടൻ കാടർക്ക് ബന്ധമില്ല. വയനാട്ടിലാണ് പ്രധാനമായും വയനാടൻ കാടർ ഉള്ളത്. മറ്റൊരു ഭാഗമാണ് കണ്ടുവടിയന്മാർ. മറ്റു ഗിരിവർഗക്കാരേക്കാൾ പുരോഗമിച്ചവരാണ് കണ്ടുവടിയന്മാർ എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ. കണ്ടുവടി എന്ന സ്ഥലത്തു നിന്ന് വന്നവരായതുകൊണ്ടാണ് ഇവർക്ക് കണ്ടുവടിയന്മാർ എന്നു പേര് കിട്ടിയതെന്ന് കരുതുന്നു. കൃഷിയാണ് പ്രധാന തൊഴിൽ. നായാട്ടിലും ഇവർക്ക് കമ്പമുണ്ട്. പണ്ട് കോട്ടയം രാജാവിൻ്റെ നായർ പടയാളികളായിരുന്നവരായി
ഇവരും അവകാശപ്പെടുന്നു. കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നതിനാൽ ഗിരിവർഗക്കാരായി മാറിയതാണ്. വയനാട്ടിലാണ് കണ്ടുവടിയൻ ഭാഗത്തിൽ പെട്ടവർ ധാരാളം ഉള്ളത്. മറ്റൊരു ആദിവാസി സമൂഹമാണ് കനലാടികൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ കനലിൽ ചാടുന്നവരാണ് കനലാടികൾ. ജന്മിമാരുടെ കളങ്ങളിൽ കനലാട്ടം, തീക്കനലിൽ ചാടൽ എന്ന ചടങ്ങ് നടത്തിയിരുന്നത് കനലാടികളായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് അവർ കനലിൽ ചാടുക. ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. കനലാടികൾ പ്രധാനമായും കർഷകരാണ്. പശുക്കളെ വളർത്താറുമുണ്ട്. തെയ്യം കെട്ടിയാടുന്ന പതിവ് കനലാടികൾക്കുണ്ട്. മന്ത്രവാദം ചെയ്യുന്നവരും ഇവർക്കിടയിലുണ്ട്. ഇവരുടെ സംസാര ഭാഷ മലയാളമാണ്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ് പ്രധാനമായും കനലാടികൾ എന്ന വിഭാഗം ആദിവാസികൾ കാണപ്പെടുന്നത്. മറ്റൊരു ഭാഗമാണ് വയനാടൻ പുലയർ. എണ്ണത്തിൽ വളരെ കുറവുള്ള ആദിവാസി വിഭാഗമാണ് വയനാടൻ പുലയർ. കേരളത്തിലെ മറ്റിടങ്ങളിലെ പുലയരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗിരിവർഗക്കാരാണ് ഇവർ. മലയാളമാണ് ഇവരുടെ ഭാഷ. കൃഷിയാണ് പ്രധാന തൊഴിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൃഷിക്ക് വയനാട്ടിലെത്തിയവരാണ് ഇവരെന്ന് കരുതുന്നു. കുറുമ്പപ്പുലയരെന്നും കരവഴിപ്പുലയരെന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പുലയരുമായി ഇവർക്ക് സാമ്യമോ ബന്ധമോ ഇല്ല. ഇത് ആദിവാസി സമൂഹത്തെ പറ്റിയുള്ള, കേരളത്തിലെ ആദിവാസി സമൂഹത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.